രഞ്ജനി ഹരിദാസ് വേഴ്സസ് പേർലി മാണി. ഇനി നടക്കപ്പോറത് യുദ്ധം. പക്ഷെ വളരെ കൗതുകത്തോടെ രണ്ടുപേരുടെയും നിലപാടുകളെ കുറിച്ചുള്ള തർക്കങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ മുറുകുകയാണ്. ഒരു മാറ്റവും ഇല്ലല്ലോ. പേരുടെയും നിലപാടുകൾ നമ്മൾ കാണുകയുണ്ടായി. ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ആദ്യം അവിടെ എത്തിയ ആൾ നമ്മുടെ രഞ്ജനി ഹരിദാസ് ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ജനാധിപത്യവും കോക്രോച്ചിന്, ഇന്ത്യൻ യുവത്വത്തിന്, വിദ്യാർത്ഥികൾക്ക് രഞ്ജനി പിന്തുണയർപ്പിച്ചു. കൊള്ളേണ്ടത് കൊണ്ടാലേ കാണേണ്ടവർ കാണൂ. പേർലി മാണി എന്നാൽ കൂടുതൽ നരേന്ദ്രമോദിയോട് ലീൻ ചെയ്ത് നിൽക്കുകയും എന്നിട്ട് നീ എവിടെയെങ്കിലും ഉറച്ചു നിൽക്കടാ നായിന്റെ മോനെ. കാവ്യാണ് ഇഷ്ടം, പക്ഷെ ത്രിവർണ്ണ പതാകയിലുള്ള കാവ്യാണ് എനിക്ക് ഇഷ്ടമെന്നൊക്കെ. അങ്ങനെ അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോലെ. അതെ, താങ്കൾക്ക് എത്ര ബസ്സുണ്ടെന്നാ പറഞ്ഞത്? 2. തന്തയോ? എന്തായാലും പറഞ്ഞത് നന്നായി. കാര്യം ത്രിവർണ്ണ പതാകയിലെ അല്ലാത്ത കാവിയിൽ വെള്ളയും പച്ചയൊന്നും കാണില്ലായിരുന്നു. അപ്പോ ഇവളാണല്ലോ എന്റെ കർത്താവ് ഈശോമിശോ ഞാൻ താലോലിച്ച് ഓമനിച്ച് ഉമ്മ കൊടുത്ത് കോഴിക്കോട് നിന്ന് ഇവിടം വരെ സേഫ് ആയിട്ട് കൊണ്ടുവന്നാക്കിയത്. ഈ പണ്ടാരം നടന്ന് ഞാൻ ഒറ്റച്ചോട്ടിൽ കൊന്നു കളഞ്ഞാൽ അത് ക്രിസ്ത്യൻ വിരുദ്ധവും മുസ്ലിം വിരുദ്ധവും ആവുമായിരുന്നു, ഹിന്ദു വിരുദ്ധവും ആവുമായിരുന്നു. ഈ യേശുട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ. രഞ്ജനി ഹരിദാസ് വേഴ്സസ് പേർലി മാണി ബിഗ് ബോസിലുള്ള ഒരു വീഡിയോ ആണ്. എന്താ ഷൈട്ടോ പറഞ്ഞ ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇത് നീ തന്നെയാ? നിനക്ക് ഇത്ര ബുദ്ധിയാ? ഇതൊക്കെ എന്ത്? ഇതൊക്കെ ചെറുതല്ലേ. You might be Pearly Mani, I'm freaking രഞ്ജനി ഹരിദാസ്. എനിക്ക് ആ രഞ്ജനിയുടെ കറേജ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് അതന്നത്തെ ചോരത്തിളപ്പിന് പേർലി മാണി എന്താ പറഞ്ഞത്? ആ പറഞ്ഞ കാര്യങ്ങൾ വളരെ കൗതുകമുള്ള കാര്യമാണ്. ആ കൗതുകമുള്ള അപ്പൊ അതിനൊരു തീരുമാനമായി. കർത്താവേ, അതായത് പേർലി മാണി പറഞ്ഞത്, പേർലി മാണി ഒന്നും ഒരു ക്രിസംഗി സ്വരത്തിൽ സംസാരിക്കേണ്ട ആൾക്കാരല്ല. ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നൊന്നറിയാന്. മനോരമയും ഹിന്ദു ഒക്കെ ഒരേപോലെ പേർലി മാണിയുടെ നിലപാടിനെ തെള്ളി വന്നിട്ടുണ്ട്. അത് വേറെ ഓഹോ, അപ്പൊ ഇവനൊരു പാൻ ഇന്ത്യൻ അലവലാതിയാണല്ലേ? ഇന്നല്ലാതെ